അവർ വന്ന് ഓ മൈ ഗോഡിന്റെ ഈ എപ്പിസോഡിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ആളെ ചേർക്കാൻ കമ്പനി എക്സിക്യൂട്ടീവും ഉയർന്ന ഉദ്യോഗസ്ഥയും എത്തുകയാണ്. ഒന്നും പറയണ്ട. ഭാര്യയുമായി പിണങ്ങി വീട്ടിൽ കഴിയുന്ന ഭർത്താവിനെ കാണാൻ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ സ്ത്രീകൾ എത്തുമ്പോൾ സംഭവിക്കുന്ന കെണിക്കുരുക്ക് എന്തായിരിക്കും? കാണാം ഇന്നത്തെ പ്രാങ്ക് കഥ. ഞാൻ അങ്ങോട്ട് പോയപ്പം എതിരൊരു ആട്ടോ വന്ന് ഇടിച്ച് നീട്ടോ. ഒന്നും പറയാനോ ഒന്നും ചെയ്യാനോ പറ്റില്ല. അവള് ഇവിടെ ഇല്ലല്ലോ. വൈഫ് ആകെ വിഷയം തന്നെ ഇവിടെ കുടുംബത്തിൽ. ഞാൻ പറഞ്ഞില്ലേ സൂം മീറ്റിങ്ങിൽ എൻ്റെ ജീവിതകഥ പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥ. സംശയരോഗവും പ്രശ്നവും. ഇപ്പം ചേച്ചിയുടെ കൂടെയാണ്, അപ്പുറത്താണ് താമസം. മോളെ കൂടെ വിളിച്ചോണ്ട് പോയി. അയ്യോ ഞാൻ എനിക്ക് എൻ്റെ ആവശ്യത്തിനല്ലേ നിങ്ങൾ വിളിച്ചു വരുത്തിയത്. എൻ്റെ അടുത്ത് അന്ന് സൂം മീറ്റിങ്ങിൽ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ എൻ്റെ അടുത്ത് വിശദമായിട്ടൊന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ഇതൊന്നും ഒരു വിഷയമില്ല കേട്ടോ. പൈസ ഞാൻ എത്ര വേണമെങ്കിലും നമുക്ക് ചിലവാക്കാം. എങ്ങനെയാണെന്നുള്ളത് പിന്നെ അറിയാം. ഒരുപാട് സഹായങ്ങൾ, ഒരുപാട് ചാറ്റുകൾ. അദ്ദേഹത്തിന്റെ ഒരു സഹായം തന്നെയാണ് ഇന്ന് ഞാൻ. തീർച്ചയായിട്ടും എന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ അത് പറഞ്ഞുകൊണ്ട് വന്നതാ. സാധാരണ വീട്ടമ്മയായിരുന്നു, വീട്ടിൽ പശുവിനെ നോക്കി ആ ഒരു രീതി ജീവിച്ച ഒരു വ്യക്തി ഇന്ന് വന്നത് 6 ലക്ഷം രൂപയുടെ വാഹനത്തിലാണ്. അപ്പൊ അത്രത്തോളം ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് മാറ്റം കൊണ്ടുവന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഫിജിക്കാർഡ്. അത്രയ്ക്കൊരു അവസരത്തിലേക്കാണ് സാറിനെ ഞങ്ങൾ വിളിക്കുന്നത്. സാറിപ്പോ റിട്ടയർഡ് ആയിട്ടുണ്ട്, ഫ്രീ ആയിട്ടുണ്ട്. സാറിന് കുറെ ബന്ധങ്ങളൊക്കെ കാണും. പിന്നെ നമുക്ക് സമയം ഇപ്പൊ സാറിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഈ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ആ കഥ ശേഷം പട്ടി അഴിച്ചു വിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചാരിയിരുന്നാൽ അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും ഇസെറ്റ് വരുന്ന ഡീറ്റെയിൽസ് അറിയണം. അതെങ്ങനെയാണ്, ഏത് തരത്തിലാണെന്ന്. ഇത്രേ ഉള്ളൂ. സാറിന്റെ പ്രൂഫുകളെല്ലാം കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ സാറിന്റെ പേരിൽ ഒരു IQ നമ്പർ ഓപ്പൺ ആവും. ഈ IQ നമ്പർ എന്ന് വെച്ചാൽ സാറിന്റെ പേരോട് കൂടി ഒരു ഷോപ്പ് അവിടെ ഓപ്പൺ ആവുക. സാറിന്റെ പേര് എന്താണ്? സാറിന്റെ പേര് നരേന്ദ്രൻ തമ്പി. നരേന്ദ്രൻ തമ്പി ഫിജി സൂപ്പർ സ്റ്റോർ എന്നും പറഞ്ഞ് കോടികൾ ആസ്തിയുള്ള ഒരു ഷോപ്പ് ഓപ്പൺ ആവുക. അതെ, ഞാൻ ഇപ്പോഴും നമ്മൾ കുറച്ചും കൂടെ ഒരു ആത്മബന്ധം ഉള്ളതുകൊണ്ട് പറയാൻ എൻ്റെ കുടുംബ കാര്യങ്ങളൊക്കെ അറിയാം. എൻ്റെ ഇപ്പോഴത്തെ വിഷയം പേര് ശോഭ. ഞാൻ വ്യക്തമായിട്ട് പറയാം. ഞാൻ ഫയർഫോഴ്സിലായിരുന്നു. വൈഫ്, മോളുണ്ട്. കുറച്ച് ഈ കല്യാണം കഴിഞ്ഞൊരു 4-5 മാസം വരെ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സംശയരോഗമാണ്. ആരുടെ മിണ്ടിയാലും കുഴപ്പം. ജോലിക്ക് പോയി കഴിഞ്ഞാൽ 24 മണിക്കൂറും വിളിച്ചുകൊണ്ടിരിക്കും. അവിടെ പോകാൻ പറ്റില്ല, ഇവിടെ പോകാൻ പറ്റില്ല. മാനസികമായിട്ട് സ്ട്രെസ്. മോളെയും കൂടെ ഇപ്പം അവളുടെ ഭാഗത്താക്കിയിരിക്കുകയാണ്. ഇപ്പം ഒറ്റയ്ക്കാണ് എൻ്റെ ജീവിതം. മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നൊരു മോചനം വേണം എനിക്ക്. സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് ഇതാകുമ്പോൾ നമുക്ക് ഈ ഒരുപാട് സാധാരണ ഓട്ടോ ഡ്രൈവർമാർ വരെ ഇന്ന് 10-15 ലക്ഷമുള്ള വാഹനമാണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായി. സാറിന് എനിക്കൊന്ന് സാമ്പത്തികത്തിനെക്കാട്ടിയും സാറിന് കുറച്ച് ഒരുപാട് ആൾക്കാരുമായിട്ടൊന്ന് ഇൻവോൾവ് ആയി കുറച്ചൊന്ന് റിലാക്സ് ആവാം. സാമ്പത്തികവും പ്രശ്നമല്ല. എൻ്റെ അച്ഛൻ ആവശ്യം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അധികം കഷ്ടപ്പെടേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഇൻഡസ്ട്രി വന്ന ഒരു ദിവസം എനിക്കൊരു 100 രൂപ കിട്ടിയാൽ മതി ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഒരാവശ്യമായിട്ടാണ് ഞാൻ ഈ ഇൻഡസ്ട്രി. മനസ്സിലായി. സാറിനെ സംബന്ധിച്ച് വരുമാനം എടുക്കുന്നതിനപ്പുറം ഒരു എല്ലാവരുമായിട്ടൊന്ന് ഒത്തൊരുമിച്ച് പോവാൻ അതാണ് ഞാൻ പറഞ്ഞത്. വലിയൊരു ടീമിലോട്ട് സാറിന് ടീം മെറഡിയനാണ് നമ്മുടെ ഗ്രൂപ്പ്. ടീം ഡ്രീംസിലോട്ടാണ് സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണല്ലോ അല്ലേ? സ്ത്രീകളുണ്ട്, ജെന്റ്സും ലേഡീസും എല്ലാവരും. അപ്പൊ നമുക്ക് ഈ ടെൻഷൻ, സ്ട്രെസ് ഒക്കെ മാറും. ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും എല്ലാവരും. അതിന്റെ മോർണിംഗ് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാനായാലും അങ്ങനെയൊക്കെ കുറെ കാര്യമൊക്കെ നമുക്ക്. ദൂരെയൊക്കെ വരേണ്ടി വരുമോ? ദൂരെ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ സാറിന് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്. ഇപ്പൊ തന്നെ പിന്നെ എറണാകുളത്ത് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. കലാപരിപാടികളൊക്കെ സ്റ്റേജിൽ നടത്തുമല്ലോ. അപ്പോൾ നമുക്ക് പാട്ടൊക്കെ പാടാനുള്ള അവസരം ഇതൊക്കെ ഉണ്ടാവും. ചെറുതായിട്ട് ചരിത്രമെഴുതിയ മിഴികളേ ഇങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. നമുക്ക് വേറെ നമുക്ക് ഈ റീൽസ് ഒന്നും ചെയ്യാൻ അതുകൊണ്ടാണ്. പക്ഷെ അതിനുള്ള അവസരങ്ങളില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഇവിടെ ഇരുന്നൊരു ചെറിയൊരു മൂളിയ അവൾ അപ്പോഴും പ്രശ്നമാണ്. അതെ, മാനസിക അല്ല അത്രയും ഇത് നിങ്ങളെ ഇത് പറയുമ്പോൾ അതിനിപ്പോൾ ഒറ്റയ്ക്കാണ്. നമ്മളെ പയ്യനില്ലേ, അപ്പം 3 നേരം ഫുഡ് വാങ്ങിച്ചുകൊണ്ട് എനിക്ക് ഫുഡ് രാവിലെ ഇഡ്ഡലി ഒരു 5
എണ്ണ മാറ്റണമെന്ന് ഉച്ചയ്ക്ക് കൂടെ അത് കഴിക്കും. ഒരു നോക്ക് കാണാൻ വന്നില്ല. അതിൻ്റെ മുമ്പ് കൂടെയാണ് എന്നെ പയ്യന്മാർ എടുത്തുകൊണ്ട് പോയതും തിരിച്ചു കൊണ്ടുവന്നതും ഒക്കെ. മതിലിൽ നിന്ന് നോക്കിയെന്ന് ആരോ പറയുന്നില്ല, ഞാൻ കണ്ടില്ല. ഒന്നാൽ ഈ ഒറ്റ കണ്ണും വെച്ചാണ് ഞാൻ എങ്ങനെ കാണും? മതിലിൽ നിന്ന് നോക്കിക്കണ്ടേ അവളും വന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യമേ ഞാൻ പറഞ്ഞത് മകളെ അവളുടെ വശത്താക്കി കഴിഞ്ഞു. സാറൊരു കാര്യം ചെയ്യും, അതങ്ങോട്ട് ഒരു സൈഡിലോട്ട് മാറ്റി ഞാൻ ഇൻവോൾവ് ആവാം. അതെ 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 എന്തെല്ലാം കാര്യം ചെയ്തു കൊടുത്തിട്ട് അവളെ എന്തെല്ലാം എന്നെ പറ്റി പറയുന്നറിയാമോ? എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു. അപ്പോഴും നമ്മളൊന്നും അവള് വേണ്ടേ, എനിക്ക് മോള് വന്നു നിന്നാൽ കുഴപ്പമില്ല, പക്ഷെ അവളെ സഹിക്കാൻ ഇനി പറ്റൂല കേട്ടോ. അപ്പൊ നമ്മുടെ വിഷയത്തിലോട്ട് അപ്പൊ ഇത് ഇപ്പൊ അങ്ങനെ ഞാൻ പ്രൂഫ് എടുക്കാം. പയ്യൻ പോയിട്ട് വന്നിട്ട് എന്റെ പ്രൂഫ് ഇതെല്ലാം കൂടെ എടുത്ത് വേറെ എന്തൊക്കെ പ്രൂഫാണ്? പാൻ കാർഡ്, പാസ്ബുക്ക്, നോമിനി. സാറ് മോളെ അല്ലേ വെക്കുന്നേ? മോളെ വെച്ചാൽ മതി. അല്ല എവിടെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടാലും അത് നാളെ കുഞ്ഞിന് പ്രയോജനം. ഇപ്പൊ എന്റെ മൂത്ത മോളെ ഞാൻ നോമിനി വെച്ചേക്കുന്നത്. എനിക്ക് ഇന്ന് എന്ത് സംഭവിച്ചാൽ ഞാൻ ഇന്ന് പോയിട്ട് വീട്ടിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ പോലും എന്റെ ഇതേ റാങ്ക്, ഇതേ സാലറി, ഇതെല്ലാം എന്റെ മോക്കാം. അവൾ ഇനി ഒന്നും ചെയ്യണ്ട. മനസ്സിലായി. അപ്പൊ അതൊരു നേട്ടം നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. അവക്കിപ്പോ എന്നെ കണ്ണേറിയ കണ്ടുകൂടെങ്കിലും. പക്ഷെ മോള് എന്റെ കൂടെയാണ്, എനിക്ക് വേണ്ടിയാ സപ്പോർട്ട് ചെയ്ത്. അല്ല മാഡം, എന്നെ പറ്റി സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, എല്ലാം പറയുന്നു. പക്ഷെ ഇവള് വഴി തിരിച്ചു വിട്ടാളെ. പ്രൂഫുകളും കാര്യങ്ങളൊക്കെ എടുക്കാം. പ്രൂഫ് എടുക്കാം. ഇപ്പം വേറെ എന്തൊക്കെ വേണം? ഇപ്പം പ്രൂഫ്, ആധാർ, പാൻ കാർഡ്, പാസ്ബുക്ക്. അത്ര മതിയാവൂലേ? കല്യാണം വിളിക്കാമെന്ന്. ഭാര്യ എങ്ങനെയുണ്ട് ഇപ്പൊ നിങ്ങക്ക്? ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. ഇവക്ക് കാണുമെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവക്ക് അങ്ങനെ തോന്നിയല്ലോ. നിനക്ക് ഞാൻ നിന്റെ വീടിന്റെ നടയിൽ കൂടെയാണ് പോയത്. നിന്റെ ചേച്ചിയുടെ വീടിന്റെ നടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴത്തും നിനക്ക് നോക്കാനോ ചോദിക്കാനോ ഒന്നും അതെന്ത് പറ്റിയെന്ന് പോലും നോക്കിയില്ലോടി. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വരുന്ന കാര്യം നീ ആരാ വന്നോട്ടെ, എന്തോ വന്നോട്ടെ, ഇവിടെ എന്തോ സംഭവിച്ചോട്ടെ, നിനക്കിപ്പോൾ എന്താ കുഴപ്പം? മേഡം, ഞങ്ങളൊരു ബിസിനസ്സിന്റെ കാര്യമായിട്ട് വന്നതാണ്. ഞങ്ങൾ ഒരു കല്യാണമാണോ ബിസിനസ്? കല്യാണം പറഞ്ഞു ഒന്നല്ലേ പറഞ്ഞ? ചിലപ്പോൾ കല്യാണം വിളിക്കാൻ വരും, ചിലപ്പം ബിസിനസ് കാര്യപരമായിട്ട് സംസാരിക്കാൻ വരും. ഞാനുമായിട്ട് സംസാരിക്കാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ വരും. രണ്ടൊരു ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റിയാണ് വിവാഹമുണ്ട്. അപ്പോൾ സാറ് അതിന് പ്രോഗ്രാമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് വന്നതാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങേര് പറഞ്ഞത് കല്യാണം വിളിക്കാൻ വന്നെന്ന് പറഞ്ഞു. സി കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റിയിലാണ് സാർ അതിൽ അതിന്റെ പ്രോഗ്രാമും അത് കാർഡാണോ? എവിടെ എന്നിട്ട് എവിടെ കാർഡ്? കല്യാണ കാർഡ് എവിടെ? കല്യാണം കാർഡ് എന്നല്ലേ പറഞ്ഞത്? അല്ല അതിപ്പോ സംസാരിക്കാൻ വേണ്ടി. നിങ്ങളിലെ ശ്രീജയല്ലേ? ശ്രീജയല്ലേ ഇത്? പിന്നെ ഇടയ്ക്ക് ഇവിടെ വരാറൊക്കെ ഉള്ള ശ്രീജയല്ലേ? ആദ്യമായിട്ട് ഞങ്ങൾ വഴി ചോദിച്ചു എന്റെ പേര് നീന എന്നാണ്. എന്തോ നീനയാണോ മീനാണോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ഇതേപോലെയാണ് ശ്രീജയ എന്ന് പറഞ്ഞ ഒരുത്തി ഇവിടെ ഇടയ്ക്ക് വരാറൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്ക്. അതല്ല ഇത്. അത് എന്നെ അന്വേഷിച്ചു. അത് വേറെ ഇത് ഫയർഫോഴ്സിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് തൊട്ടുപുറത്തോട്ട് ഞാൻ അതിലില്ല. ഫയർഫോഴ്സിൽ തീ പിടിച്ചാലും ഇങ്ങനെ ഇവിടെ കാണൂല. ആ തീ പിടിക്കുന്നിടത്ത് അത് അണയ്ക്കാനും അതിന് ഫയർഫോഴ്സിലായിരുന്നു ജോലി. എന്നിട്ട് അവിടെ കാണത്തില്ല. ഇങ്ങനെ അപ്പുറത്ത് ലീലയെന്നും പറഞ്ഞ ഒരുത്തിയുണ്ട്. അവളെ വീട്ടിലാണ് 24 മണിക്കൂറും. അവിടുത്തെ തീ കത്തിപ്പാണ് ഇങ്ങനെ ജോലി. ഇതെന്തേലും പറ്റിയെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതെന്തേലും പറ്റിയത്? എന്തായാലും നിങ്ങൾ ഇവിടെ വരുമ്പോൾ ചോദിക്കുമല്ലോ, ഇതെന്ത് പറ്റി ഇത്രയും കെട്ടി വെച്ചേക്കുന്ന എന്താന്ന് നിങ്ങൾ ചോദിക്കത്തില്ലേ? എന്താ ആക്സിഡന്റ് എന്ന് പറഞ്ഞ്? ഓട്ടോറിക്ഷ ഇടിച്ചു. ഇങ്ങനെ പെണ്ണെന്ന് കേട്ടാ അവിടെ കിടക്കും കേട്ടാ. അങ്ങനത്തെ ഒരുത്തനാണ്. അതുകൊണ്ടാണ് ഞാനും എന്റെ കൊച്ചി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇങ്ങനെ ഈ അഴുക്ക സ്വഭാവം കാരണം. നീ ആവശ്യമില്ലാതെ ഈ വിഷയങ്ങൾ അവരെ കാര്യങ്ങൾ സംസാരിക്കും. നീ ഇറങ്ങി അവിടുന്ന് അടി കിട്ടിയതാണ്. അച്ഛനെ വിളിച്ചോണ്ട് അച്ഛനെ വിളിച്ചോണ്ട് അല്ല അമ്മയെ വിളിച്ചോണ്ട് പോവാം മോളെ. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ടെന്ന് പറഞ്ഞാണ്. നീ എന്ത് ഉദ്ദേശിച്ച് വെച്ചേ വന്നത് ഇങ്ങനെ? എന്തേലും മേഡം, നിങ്ങൾക്ക് ആള് മാറിപ്പോയിട്ടുള്ള. ആര് പറഞ്ഞ ആള് മാറിയെന്ന്? നീ ശ്രീജ തന്നെയാണ്. ഇതിന്റെ ഇടയിൽ അന്ന് നിന്നെ ഞാൻ പിടിച്ചേനെ. ശ്രീജ അല്ലെന്ന് ഞാൻ പറയുന്ന. എന്തോ ചെയ്യൂന്ന് പറയുന്നത് ഇപ്പം വല്ലാത്തൊരവസ്ഥയായില്ല, മാനസികാവസ്ഥ. നീ എന്തോന്ന് ഉദ്ദേശിച്ച് ഈ വീട്ടിൽ കയറി വന്നിങ്ങനെ? ഈ പകല് നിങ്ങൾ അപ്പൊ ഈ പരിപാടി തുടങ്ങിയേക്കുന്ന ഈ വീട്ടില് ഈ ലൈറ്റൊക്കെ ഇട്ട് എവിടെ പോണ്? അവിടെ മാന്യായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇരി എവിടെ? ഇരിക്കെ അവിടെ ഇരിക്കെ. നിങ്ങളെ വീട്ടിലാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായാലോ?
ഞങ്ങള് ഇങ്ങനെയൊന്നും അല്ല. ഞങ്ങളൊരു വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയല്ല പെരുമാറുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നീ ഇതിനു മുന്നേ വന്നിട്ടില്ലല്ലേ? മുഖത്ത് നോക്കി പറയടി. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടമ്മ. മോളെ പ്രീത മാഡം ഇങ്ങോട്ടൊന്ന് വരണേ. എന്റെ കാർഡും കൂടെ വണ്ടിയിൽ നിന്ന് കാർഡും എടുത്തോണ്ടോ. കൊറേ പേരെ കൊണ്ട് നീ വന്നത്. ഇടപാടായില്ലേ ഇതിപ്പം? മാഡം ഞാനൊരു ഫിജി കടന്ന ഓപ്പോസിറ്റ് STM റാണിയാണ് സാലറി വാങ്ങുന്നത്. എനിക്ക് പ്രോഗ്രാം കൊടുത്തെടുത്ത് ഫോളോ അപ്പിന് പോകേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വന്നതാണ്. എൻ്റെ വണ്ടി തന്നെ അവിടെ ഒതുക്കിയിട്ടേക്കുക. ഇവിടുത്തെ സിറ്റുവേഷനോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ വന്നു ആ കാര്യങ്ങൾ പ്രോഗ്രാം എങ്ങനെയാണെന്നും പ്രോഡക്റ്റ് വാങ്ങേണ്ട കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക. സംഭവിച്ചത് പ്രൂഫ് എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ മറ്റേ അദ്ദേഹം കൂടെ വന്നിട്ട് എടുത്തു തരാമെന്നും പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മാഡം ഞാൻ എന്തോ ചെയ്യണം? നിങ്ങൾ എന്തേലും കൊടുക്കാന്ന് പറഞ്ഞെന്ന്? പ്രൂഫ് ആരെ പ്രൂഫ്? എന്റെ പ്രൂഫ് കൊടുക്കാം. നിങ്ങൾ എല്ലാം കൊടുത്ത് നശിപ്പിക്കോ? എന്റെ പ്രൂഫ് ഉണ്ടെങ്കിൽ അത് ചേരാൻ പറ്റുള്ളൂ. വിവരം നിങ്ങൾക്ക് അറിയത്തില്ലയോ? എനിക്ക് ആരെ അറിഞ്ഞൂടാ. എനിക്ക് ഇങ്ങനെ പോലെ ഇപ്പൊ അറിയാൻ വയ്യാതിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിലെ നമ്മുടെ ബോബി സാറ് ജുവലറി ഒക്കെ. എന്റെ പ്രശ്നങ്ങൾ ആള് ശരിയാക്കി തരുമോ? നമുക്ക് ശരിയാക്കാം. നീ എന്ത് ഉദ്ദേശത്തിൽ ഇങ്ങനെ വന്നത്? ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ആര് പറഞ്ഞു? ആണോ ആദ്യമായിട്ടാണോ വരുന്നത്? ഞങ്ങൾ ഇതിനു മുമ്പ് സൂം മീറ്റിംഗിൽ കണ്ടിട്ടുള്ള ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങളിപ്പോ എവളെ കൂട്ടാളിയാണോ? നിങ്ങളല്ലേ ഇത്രയും നേരം ലീഡർ എന്ന് പറഞ്ഞു? ഞാനും ഈ ഇതിൽ വരുന്നവരെല്ലാം ലീഡേഴ്സ് ആണ് മാഡം. മാഡം ഇതിൽ ജോയിൻ ചെയ്താൽ മാഡം ലീഡർ ആവുകയാണ്. എനിക്ക് എന്റെ പൊന്നെ, എനിക്ക് ഇങ്ങനത്തെ ലീഡർ പണിയൊന്നും വയ്യേ. ലീഡർ ഇല്ല മോളെ, സത്യമായിട്ടില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങളൊരു ബിസിനസിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ്. ഞങ്ങൾക്ക് അറിയത്തില്ല ഇവിടുത്തെ സിറ്റുവേഷൻ ഒന്നും. ഞങ്ങൾക്ക് അതിന്റെ ഒന്നും ആവശ്യമുള്ളവരല്ല. ഞാനും നല്ലൊരു ഫാമിലി ഇറങ്ങി. എന്റെ മൂത്ത മോള് 21 വയസ്സുണ്ട്. ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇത്ര ഇൻഡസ്ട്രിയിൽ വന്നൊരു വ്യക്തിയാണ്. ഒറ്റയ്ക്ക് അറിയാമോ? ഒറ്റയ്ക്ക് അവര് കഷ്ടപ്പെട്ടവന്നെ സംബന്ധിച്ചുള്ള ഈ ആണുങ്ങളും പെണ്ണുങ്ങളും അല്ല എനിക്ക് തുല്യോ. ആരെ കണ്ടതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമില്ല. ആണും പെണ്ണും ഇരിക്കുന്ന അവളാണ് അപ്പൊ കുഴപ്പക്കാരി. എവളാണ് അപ്പൊ കുഴപ്പക്കാരി? ദേഹത്ത് കൈ വെക്കരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പിടിക്കൂല ദേഹത്ത് പിടിക്കുന്നത്. ഒന്നും പറയുന്നില്ല മാഡം. നമ്മള് ഒരു ജീവിതമാകുമ്പോഴത്തേക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ പറ്റൂ. അതിന് മുമ്പോട്ട് പോകണം മാഡം. നമ്മളെ ആണുങ്ങൾ നമുക്കുള്ളത് തന്നെയാണ്. നമ്മള് വേറൊരാൾക്ക് അവിടെ ഇട കൊടുക്കാതിരുന്നാൽ മതി. അവര് എപ്പോഴും നമ്മളോടൊപ്പം നിൽക്കും. മാഡം ഇങ്ങനെ ടെൻഷൻ ആവുന്നോണ്ട് തോന്നുന്നതായിരിക്കും. ഒരു ടെൻഷൻ സിറ്റുവേഷൻ ആദ്യം മനസ്സിലാക്കുക. ഇങ്ങനെ സൈഡിൽ നിങ്ങൾ സംസാരിക്കല്ലേ? ഇപ്പൊ നിങ്ങൾ വന്ന് പരിചയപ്പെട്ട ആള് തന്നെയാണ്. വേറെ ഒന്നും പറഞ്ഞോ, ഞങ്ങൾ വന്നു. അദ്ദേഹം മാന്യമായിട്ടാണ് പെരുമാറുന്നത്. ഞങ്ങൾ ബിസിനസിന്റെ കാര്യം സംസാരിച്ചു. ആദ്യം മാന്യമായിട്ടാണ് പെരുമാറുന്നത്. പിന്നെയാണ് എന്റെ കൊച്ചിന്റെ തലയെ തൊട്ടാണ്ടല്ലോ ഞാൻ കൈ വെട്ടിയെടുക്കും. എവിടെ പോയി? ഇനി ഓരോരുത്തരും വിളിച്ച് കയറ്റിയാണോ നിങ്ങൾ? എന്താണ് നിങ്ങൾ അപ്പൊ എത്ര പേര് കൂടി ഇവിടെ വന്നത്? ഇങ്ങനെ 3 പേര് വന്നത്. ഇത് എന്റെ മാഡമാണ്. ഈ മാഡത്തിന് ഇനി നീ എന്തെങ്കിലും സംസാരിക്കുന്ന ഇതെന്റെ ലീഡർ, ഇത് എന്റെ മാഡമാണ്. ഇനി മുതൽ ഞങ്ങൾ ഒരുമിച്ച് ബിസിനസ് പങ്കാളികളാണ്. നിങ്ങൾ ഇങ്ങോട്ട് ഇവിടോട്ടിരി. അവിടെ ഇരി. നീയോ അവിടെ ഇരി. ഞാൻ പറയുന്നത് നീ ആദ്യം മനസ്സിലാക്കി. നിങ്ങളിതിപ്പോ എവിടെ പോയിരിക്കുന്നു? കണ്ണ് കണ്ടുകൂടെങ്കിലും ഇതിനൊന്നും ഒരു കുറവില്ല അല്ലേ? അയ്യോ, മൂടിയും കെട്ടി ഇങ്ങോട്ട് കയറിയിട്ട്. നീ എവരൊന്നും പറയരുത് കേട്ടാ. എന്റെ മാഡത്തിനൊന്നും പറയരുത്. നിങ്ങൾ മാഡത്തിനെ ഇനി പറഞ്ഞുകൂടല്ലേ? അപ്പൊ എവളെ അടുപ്പിച്ചെന്നപ്പോ എവളെ വിട്ട്. ഇപ്പൊ ഇനിയിപ്പോ മാഡത്തിനെ ഞാൻ ഒന്നും പറഞ്ഞുകൂടുന്നു. എന്തേലും മര്യാദയ്ക്ക് ഇപ്പൊ അയാളല്ലേ എന്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് എന്റെ മാഡത്തിനെ തൊട്ട് സംസാരിക്കരുത് കേട്ടാ. മാഡത്തിനെ തൊട്ട് സംസാരിക്കല്ലെന്ന്. അപ്പൊ എന്തുകൊണ്ട് അയാളുടെ അടുത്ത് പറയുന്നില്ല? ഞാനിവിടെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. എന്തേലും പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് വന്നത്? ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടത്. തീരുമാനം ഉണ്ടായിട്ട് പോയാൽ മതി. എനിക്കും ഇവിടെ നിയമമുണ്ട്. എന്റെ വീട്ടിൽ കയറി വന്നിട്ട് അത് ഈ പട്ടാപ്പകല് അത് തന്നെ. അത് ഈ ഡോർ അടച്ചിക്കേണ്ട ആവശ്യം എന്തോ? അത് തന്നെ, ഈ ഡോർ അടച്ചിക്കേണ്ട ആവശ്യം എന്തോ? ഏത് പട്ടി? അമ്മ വല്യച്ഛനെയൊക്കെ വിളിച്ചു വരുത്തല്ലാരെ. അത് തന്നെ, എല്ലാരും ഞാൻ ഇപ്പൊ വിളിച്ചു വരുത്തും. ഇപ്പൊ
മാഡം എനിക്ക് പേടിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇവിടെ വേറെ ഒന്നിനും വന്നതിന് എന്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് നല്ലൊരു ഹസ്ബൻഡിലൂടെ ജീവിക്കുന്നോളാം ഞാൻ ഇതിന്റെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് മാഡം ഇനി എത്ര തുള്ളിച്ചാടിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഫോളോ അപ്പിന് വന്നതാണ്. എന്തോന്ന് ഫോളോ അപ്പ്? എന്തോന്ന് ഫോളോ അപ്പ്? അത് തന്നെ എന്തോന്ന് ഫോളോ അപ്പ്? അപ്പൊ ഇനി മുന്നേ ഇയാളെ വിളി തുടങ്ങിയായിരുന്നാ? ഞാൻ ഫസ്റ്റ് ടൈം കാണുമോ ഇപ്പം? പിന്നെ ഫോളോ അപ്പ് എന്ന് പറഞ്ഞതാ പ്രോഗ്രാം കൊടുത്തതിന്റെ ക്ലിയർനെസ്സിനായിട്ട് വന്നതാണ് അദ്ദേഹം. നീ എന്തർത്ഥത്തിലടി ഓരോരുത്തരെ വിളിച്ചോണ്ട് ഈ വീട്ടിൽ വരുന്നത്? എന്തർത്ഥത്തിലടി? എന്തർത്ഥത്തില് നിന്നെ ഞാൻ കൊല്ലും കേട്ടോ. എന്റെ കൊച്ചിനെ കഷ്ടമായല്ലോ ഇതിപ്പം. ഇങ്ങോട്ട് വാ. ഇവിടെ ആരും പോണ്ട, ഇവിടെ ആരും പോകില്ല പുറത്തു. എന്റെ ബാഗ് പിടിയിട്ട് വെച്ചു. ഒരു സാധനം അവളെ വിടൂല ഇവിടുന്ന്. എവളെ ഇന്ന് ഞാൻ ഇവിടുന്ന് വിടൂല, നോക്കിക്കോ. നിങ്ങൾ ഇറങ്ങി 2 ദിവസം കഴിഞ്ഞിട്ട് വാ മാഡം. ഞാൻ ഞങ്ങളിവിടെ അവരുടെ ഫ്രണ്ടിന്റെ ആയിട്ട് വന്നതാ. പക്ഷെ ഇവിടെ അദ്ദേഹം മാത്രമല്ലാതെ ഞങ്ങൾ കയറി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ വൈഫ് വന്നിട്ട് ഭയങ്കര വിഷയം ഉണ്ടാക്കും. ഞങ്ങൾ വേറെ എന്തിനോ വന്നേന്നൊക്കെ പറഞ്ഞ് അവർ ഞങ്ങൾ അകത്ത് ലോക്ക് ചെയ്തിട്ട് അവർ പറഞ്ഞിട്ടൊന്നും മനസ്സിലാക്കുന്നില്ല. സാർ ഒന്ന് സംസാരിക്കുമോ? കട്ടയില്ലേ? അയ്യോ ഫോൺ വെച്ച് കൊടുക്കല്ലോ മോളെ. ഇങ്ങോട്ട് ഞാൻ വെച്ചേക്കാം. ഫോണൊന്നും തരുന്നില്ല. നിങ്ങൾ ഓരോരുത്തരെ വിളിച്ച് നേരത്തെ കുറെ നേരം മറ്റവരെ വിളിക്കുന്നത് എവരെ വിളിക്കുന്നത് എന്തോന്ന് ഞാനല്ലേ വിളിച്ചു വരുത്തേണ്ടത്? വിളിക്കാം, ഞാൻ വിളിച്ചോളും. ഞാൻ വിളിച്ചോളാം, വിളിക്കാം. ഒരാണ് മാത്രമുള്ള ഒരു വീട്ടിൽ എന്തർത്ഥത്തിൽ ഡോറും അടച്ച് രണ്ടുപേരും കൂടെ ഇരുന്നത്? ഡോർ അടച്ചില്ലെന്ന് പകുതി ചാരിയിരുന്നേ ഉള്ളൂ. പട്ടി ഓടി കയറുമെന്ന് അദ്ദേഹം പറഞ്ഞേ. എനിക്കറിയത്തില്ല എന്നെ പറ്റി. അങ്ങനെ പലതും പറയും. ഇതാണ് ഫസ്റ്റ് ടൈം കാണുന്ന ഒരു വ്യക്തിയല്ലേ മാഡം? എവർക്കറിയാലേ? എനിക്കറിയത്തില്ല. എന്തേലും അറിഞ്ഞൂടാ? ആദ്യമായിട്ടല്ലേ വരുന്നത്, എവർക്കറിയാം അറിയാം. ആദ്യത്തോട്ടോ കുഞ്ഞാണ്ട കഴുത്ത് വെട്ടി നിങ്ങളെ എടുക്കും കേട്ടോ. ആദ്യമായിട്ടാ. അന്ന് ഞാൻ എവിടെ പിടിച്ചേനെ, അന്ന് ഞാൻ എവിടെ പിടിച്ചേനെ. സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ് അവര് കാണുന്നത്. ക്ഷീണിച്ചു പോയെന്ന് പറ. അതിന്റെ അർത്ഥം പറ, എന്തോന്ന്? അല്ല, സൂം മീറ്റിംഗിൽ കണ്ടപ്പോ ഇത്ര കുറച്ചുകൂടെ വണ്ണം ഉണ്ടായിരുന്നു. ഇപ്പൊ ക്ഷീണിച്ചു പോയെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തൊക്കെ മീറ്റിംഗ് നിങ്ങൾക്ക് ഉള്ളത്? ഫോണിലൊക്കെ ഇപ്പൊ സ്ഥിരം വിളിയാണല്ലേ, വീഡിയോ കോളൊക്കെ? അല്ല, അത് സൂം മീറ്റിംഗ് എനിക്ക് അതൊന്നും അറിഞ്ഞൂടാ. നീ സ്ഥിരം വിളിക്കാറുണ്ടാ? എന്തർത്ഥത്തിലടി? അടിച്ച് ഞാൻ ഉണ്ടല്ലേ. വളരെ ഉപകാരം സാർ. ഇത്ര ഒരു സിറ്റുവേഷൻ വെള്ളം കൊണ്ടുപോയി ഇത് എറിഞ്ഞ് പൊട്ടിക്കണമെങ്കിൽ കൊണ്ടുപോ. വെള്ളം കൊണ്ടുവന്നേക്കുന്ന അങ്ങേര്. സത്യം മേഡം, ഞങ്ങൾക്ക് അറിയത്തില്ല. എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനത്തെ സിറ്റുവേഷൻ ഇവിടെ നിന്ന്. ഞാൻ അറിഞ്ഞിട്ടില്ല. പുറത്തിറങ്ങിയ വണ്ടിയില്ല, പേര് കാണാം, ഐഡന്റി കാർഡ് അതിൽ കിടപ്പുണ്ട്. നിങ്ങളൊന്ന് നോക്കിയിട്ട് പറ. ശരി, എങ്കിൽ നിങ്ങൾ ഐഡി കാർഡ്, നിങ്ങളെ പ്രൂഫും കാര്യങ്ങളും എന്തൊക്കെ ഉണ്ടെന്നല്ലേ പറയാം. ഇറങ്ങി വാ. ഇന്നും എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കും. മഴ വേണം, മഴ വേണം. എവിടെ ആര് നിങ്ങളെ കൊണ്ടുവന്ന ആര്? ഞങ്ങള് വണ്ടി വന്ന് അവിടെ വണ്ടി നോക്കിയിട്ട് എടാ, എന്നെ മാഡത്തിനും ചേർത്ത് എന്തെല്ലാടാ ഇവള് പറയണത്? നീ ആടാ അപ്പൊ കൂട്ടുകാരെ ഇതിന് കൂട്ടി കൊടുത്താ നീയാ? മാമി, ഞാൻ അറിഞ്ഞില്ല. എന്നെ വിളിച്ച് പറഞ്ഞു അവർ രണ്ടുപേരും വരെ അവിടെ തിരിഞ്ഞോട്ട് ആക്കാൻ പറഞ്ഞു. വണ്ടിയിലാണ് വന്നത്. ഫിജിക്കാരന്റെ വണ്ടിയിലാണ് വന്നത്. കമ്പനി വണ്ടിയിലാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ പ്ലാൻ ഇവിടുത്തെ സിറ്റുവേഷൻ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ പ്രൂഫ് എടുത്തോണ്ട് ഇതാണ് പ്രശ്നമാണെങ്കിൽ മാമി നിങ്ങൾ പറയാൻ പോലെ. കാരണം 4 പ്രാവശ്യമായി ഞാൻ ഇവിടെ വന്നിട്ടുണ്ടോ? ഇത് ഒരാളല്ലോ. അറിയുന്നില്ല സാറേ ഇവിടുത്തെ അവസ്ഥ. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഒരു വീടിനകത്ത്, ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന വീടിനകത്ത് ഇത് 1-2 പ്രാവശ്യമല്ല, ഇത് 4 പ്രാവശ്യമായി. ഇന്നലെ നിങ്ങൾക്ക് എങ്ങനെ പറ്റിയ? നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? ആട്ടകറി വന്നതാ. ഓ, ഞാൻ നാട്ടിൽ ഇറങ്ങി ഈ പെണ്ണോർത്താണ് ഞാൻ ഉണ്ടായിരിക്കണേ. ഞാൻ ജംഗ്ഷനിൽ പോകാൻ പറ്റൂല. അവിടെ ചെന്നപ്പോ അവിടെ നിങ്ങൾ എങ്ങനെ ഈ പാടത്തിന്റെ മുകളിൽ നിങ്ങൾ സാർ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ഇതിനെ പറ്റി ഒന്നും സംസാരിച്ചില്ലല്ലോ. വയ്യ സുഖല്ല. ഞാനൊരു കാര്യം മേഡം, ഒരു കാര്യം സാറേ. അല്ല എനിക്ക് അറിയണം. എനിക്കാണ് ഇതൊക്കെ മാമിയും കാണുമല്ലോ. ഇത് മാമി ഇത് 1-2 കാര്യമല്ലല്ലോ. നീ ദ്രോഹമല്ലോടാ ചെയ്തത്. ഫിജി കാർഡ് എന്ന ഓപ്പർച്യൂണിറ്റി കേട്ടിട്ടുണ്ടോ ബോബി സാറിന്റെ? ഇല്ല ഞാൻ ബോയ് സാറിനെ കേട്ടിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ഫോണിൽ സെർച്ച് ചെയ്തു. ശരി മാഡം, ഞാൻ ഒരു പ്രോഗ്രാം അതിന്റെ ഫോളോ അപ്പിനായിട്ടാണ് ഞാൻ വന്നത്. ഇതെന്റെ മാഡം സിറ്റുവേഷൻ ഒന്നും ഞാൻ അറിയത്തില്ല. ഇവിടെ വന്ന് അദ്ദേഹത്തോട് സംസാരിച്ച് ക്ലിയർ ചെയ്ത് കൊടുത്തോണ്ട് ഇരുന്നപ്പോഴാണ് ഞാൻ എന്ത് തെറ്റി. കഴിഞ്ഞ പ്രാവശ്യം 2 ദിവസം മുമ്പേ
പിന്നെ എന്താ പരിപാടി നീ ഇങ്ങോട്ട് വാടാ, നീ ഇതിപ്പോ മാഡം ഇങ്ങോട്ട് വാ. എന്തോന്നു പറഞ്ഞു? ഇതിപ്പോ മാഡം സോറി, ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ എനിക്ക് അറിയത്തില്ല. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾ എന്ത് അർത്ഥത്തിൽ കൂട്ട് നിന്നു അദ്ദേഹം എന്നാ പറയാറുണ്ട് ഞങ്ങളതിപ്പം എന്റെ മാവനാണിത്, ഞാൻ എന്തിനാ അവരെ കൂട്ടിങ്ങനെ? അല്ല പിന്നെ സാർ എന്തുകൊണ്ട് ഞാൻ വണ്ടി ഒതുക്കിയപ്പോഴെങ്കിലും പറഞ്ഞ നിങ്ങൾ എന്തിനാണ് വന്നത്? എനിക്ക് അവരെ എന്നോട് ചോദിച്ചാൽ എന്നോട് അവിടെ ദേഷ്യപ്പെടും. ഞാൻ എന്തിനാണ് പറഞ്ഞത്? എന്നോട് വിളിച്ചൊരു കാര്യം പറഞ്ഞു ചെയ്തു. മാവനല്ലേ ഇന്നലെ വഴി വന്നു പാലത്തിന് മുകളിൽ ഈ വേലത്തര എന്റെ അടുത്ത് ഒരിക്കലും ഞാൻ ഒരു തെറ്റും ഇതിന് ബിസിനസിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് അതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ, ഈ മാഡത്തിന് ഒന്നും അറിഞ്ഞൂടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊണ്ടുവന്ന മറ്റേ കൗമുദി ടിവിയുടെ ഓമയോടെ വന്ന ടീമുകളാണ്. അവരാണ് കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ കണ്ണ് കെട്ടണം എന്ന് പറഞ്ഞിട്ട് പ്രദീപ് സാറ് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്നാണ്. അതല്ലാതെ വേറെ ഒന്നുമല്ല സംഭവം. ഒന്ന് ബാക്കിൽ കയറി നിൽക്കോ, ഒന്ന് ബാക്കിൽ അറിയാം. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കെട്ടി വന്നത്. ഇത്രയും ചതി വേണ്ടായിരുന്നു. ഇങ്ങനത്തെ ആടെ കാണിക്കില്ല.